വെൽക്കം ടു സിംപ്ലിഫൈങ് ലോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BNSൻ്റെ അണ്ടറിൽ ജനറൽ എക്സെപ്ഷൻസിൽ വരുന്ന ആക്സിഡൻ്റ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് വരുന്ന ഒരു വാക്കാണല്ലേ ആക്സിഡൻറ്റ്. നമ്മൾ ഡെയിലി കേൾക്കുന്ന ഒരു വാക്കാണ് ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു ജനറൽ എക്സെപ്ഷൻ ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 18 ഓഫ് BNSലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ലാറ്റിൻ വേർഡ് ആക്സിഡർ എന്നാണ്. അതിൻ്റെ മീനിങ് ഹാപ്പനിങ് ബൈ എ ചാൻസ് എന്നാണ്. അപ്പോൾ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളോ അല്ലെങ്കിൽ സഡൻ ആയിട്ട് സംഭവിക്കുന്ന ഒരു ഇവൻറ്റിനെയാണ് നമ്മൾ ആക്സിഡൻറ്റ് എന്ന് പറയുക. പെട്ടെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ആക്സിഡൻറ്റ് എന്ന് പറയുക. ഇനി ആക്സിഡൻറ്റിന് ക്രിമിനൽ ലയബിലിറ്റി ഇല്ല. എപ്പോഴൊക്കെ? അതൊരു ലോഫുൾ ആക്റ്റ് ആണെങ്കിൽ, പ്രോപ്പർ കെയർ എടുത്തിട്ടുണ്ട് എന്നിട്ടും പറ്റിപ്പോയതാണെങ്കിൽ, ക്രിമിനൽ ഇൻറ്റൻഷനോ അല്ലെങ്കിൽ ക്രിമിനൽ നോളേജോ ഇല്ലെങ്കിൽ, ഈ പറയുന്ന 3 കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്, അതിൻ്റെ റിസൾട്ട് ആക്സിഡൻ്റ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് ഇലിസ്ട്രേഷൻസ് നോക്കാം. ഒന്ന് ഹാച്ചറ്റ് ആക്സിഡൻ്റ് ആണ്. ഹാച്ചറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ടൂളാണ്, അതായത് ഒരു ഷാർപ്പായിട്ട് ബ്ലേഡൊക്കെ വരുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഒരു മാൻ, അതായത് ഒരാൾ അതുകൊണ്ട് വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ ഒരു ഇൻറ്റൻഷനും ഇല്ല, ഒരു നോളേജും ഇല്ല, ഒരാളിനെ ഉപദ്രവിക്കും ഒന്നുമില്ലാതെ അബദ്ധവശാൽ ഒരാളുടെ നമ്മൾ മരണപ്പെടുകയാണ്. അതായത് ഈ ഹാച്ചറ്റ് കൊണ്ട് ഒരാൾ മരണപ്പെട്ടു. അപ്പോൾ അവിടെ എന്തില്ല എന്നാണ് പറയണത്? അയാൾ ലയബിളല്ല. കാരണം അവിടെ ഇൻറ്റൻഷനോ നോളേജോ ഒന്നുമില്ല. മാത്രമല്ല അയാൾ ചെയ്തത് എന്തൊരു ആക്റ്റാണ്? ലോഫുള്ളായിട്ടൊരു ആക്റ്റാണ്. ഹാച്ചറ്റ് കൊണ്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര കോമൺ ആണ്. അതൊരു ലോഫുള്ളായിട്ടുള്ള ആക്റ്റാണ്. അപ്പോൾ അവിടെ ക്രിമിനൽ ലയബിലിറ്റി ഇല്ല. ബസ് ആക്സിഡൻറ്റ്, അതായത് ഒരു ബസ് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി, അല്ലെങ്കിൽ ബസ്സിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അതിലൊരു പാസഞ്ചർ മരിച്ചു. അയാൾക്ക് ഒരു ഇൻറ്റൻഷനും ഇല്ല, അയാൾ എല്ലാ കെയറും എടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടും സംഭവിച്ചതാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് കൺസിഡർ ചെയ്യും? ആക്സിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഹണ്ടിങ് മിസ്റ്റേക്ക്, അതായത് ആനിമലിനെ കൊല്ലണ ഒരു ഹണ്ടിങ്ങിന് ചെയ്യുന്ന സമയത്ത് അബദ്ധവശാൽ ഒരു ഹ്യൂമൻ ബീങ് മരിച്ചു പോയി. അപ്പോൾ അവിടെ എന്തില്ല? ഇൻറ്റൻഷൻ ഇല്ല. സോ അവിടെ ക്രിമിനൽ ലയബിലിറ്റി വരുന്നില്ല. ഇനി നമുക്ക് കുറച്ച് കേസ് ലോസ് നോക്കാം. അപ്പോൾ അതിൽ വരുന്ന ഒന്നാണ് ടണ്ട വേഴ്സസ് സ്റ്റേറ്റ്. അവിടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്ലിംഗ് മാച്ച് നടക്കുമായിരുന്നു. ആദ്യത്തെ ഒരാൾ മരിച്ചു. അവിടെ എന്തല്ല, ആ എ എന്ന് പറഞ്ഞ ആളും ബി പറഞ്ഞ ഒരാളും കൂടിയിട്ടാണ് റെസ്ലിംഗ് നടന്നത്. ബി മരിച്ചിട്ടുണ്ടെങ്കിൽ എ അവിടെ എന്താവില്ല? ലയബിലിറ്റി ഉണ്ടാവില്ല. അതുപോലുള്ളൊരു കേസാണ് ജഗേശ്വർ വേഴ്സസ് എംപറർ എന്ന് പറയുന്നത്. എ എന്ന് പറഞ്ഞ ഒരാൾ ഒരു വുമണിനെ ഹിറ്റ് ചെയ്തു. ആ വുമണിൻ്റെ അടുത്തുണ്ടായിരുന്ന കുട്ടിയാണ് മരിച്ചത്. പക്ഷേ അവിടെ എന്തില്ല? ലയബിലിറ്റി ഇല്ല. കാരണം ആ കുട്ടീനെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ ആ കുട്ടീനെ ഉപദ്രവിക്കണമെന്നോ ഒരു ഇൻറ്റൻഷനും അവിടെ ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അവിടെ ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവില്ല. Thank you for joining me. I hope you found it helpful. Don't forget to like and subscribe for more law related